ഏഷ്യാ കപ്പിൽ ഇന്നലെ ഒരു ക്രിക്കറ്റ് പ്രേമിയും മറക്കാത്ത ഒരു ദിവസമായിരിക്കും ഇന്നലത്തെ ഞായർ എന്നത്. ഏഷ്യാ കപ്പിൻ്റെ 9ാം കിരീടം ഇന്ത്യ നേടിയ ഒരു സുവർണ ദിനം എന്ന് തന്നെ പറയാം. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ ആകാംക്ഷ നിലനിർത്തുന്ന ഒരു മാച്ചായിരുന്നു. രണ്ട് ടീമുകളെ സംബന്ധിച്ചും അത് ജയം എന്നത് ഏറ്റവും അനിവാര്യമായ ഒരു മത്സരം കൂടിയായിരുന്നു. നമുക്കറിയാം, ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും ആംഗ്യങ്ങളും വിയോജിപ്പുകളും ഒക്കെ പ്രകടമായ ഒരു ടൂർണമെന്റാണ് കഴിഞ്ഞത്. ഏഷ്യാ കപ്പിൽ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ മേധാവിത്വമുണ്ട്. 9ാം തവണയാണ് ഇന്ത്യ കപ്പെടുക്കുന്നത്. ഇത്തവണ പാകിസ്ഥാനുമായി ഇന്ത്യ കളിച്ചത് 3 മത്സരങ്ങളാണ്. ആ 3 മത്സരങ്ങളും ജയിച്ചുകൊണ്ട് ആണ് ടീം ഈ കപ്പ് ഉയർത്തിയത്. പക്ഷേ വലിയ വിവാദങ്ങൾക്ക് ഏഷ്യാ കപ്പ് വേദിയായി എന്നത് നമ്മൾ ഓരോ ഘട്ടത്തിലും കണ്ടതാണ്. ഇന്നലെ അത് അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലേക്ക് കൂടി എത്തുന്നത് നമ്മൾ കണ്ടു. വലിയ വിജയ നേട്ടത്തിന് ശേഷം ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് ഏതാണ്ട് 1.5 മണിക്കൂർ കാത്തിരിക്കേണ്ടി വരുന്നു തങ്ങൾക്ക് അവകാശപ്പെട്ട കപ്പിനായി. പക്ഷേ കപ്പ് കണ്ടില്ല. കപ്പുമായി മുങ്ങിയത് വേറെ ആരുമല്ല, നഖ്വിയാണ്. അത് ഏഷ്യൻ ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രതിനിധി, പാകിസ്ഥാന്റെ മന്ത്രി, പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ പ്രതിനിധിയുമായ നഖ്വിയിൽ നിന്ന് തങ്ങൾ കപ്പ് വാങ്ങില്ല എന്ന ഒരു നിലപാട് ഇന്ത്യൻ ടീം നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നതാണ്. ഏതാണ്ട് ഇങ്ങനെയൊക്കെ ആകും ഫൈനൽ എന്നത് കളി നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സൂചനകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നഖ്വിയിൽ നിന്ന് കപ്പ് വാങ്ങില്ല എന്നതിൻ്റെ സൂചനകൾ ഇന്ത്യൻ ടീം അംഗങ്ങൾ നേരത്തെ തന്നെ നൽകിയിരുന്നതാണ്. പക്ഷേ ഇന്നലെ സാഹചര്യങ്ങൾ മറ്റൊന്നായി മാറുകയായിരുന്നു. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ മേധാവിയും പാക് മന്ത്രിയുമായ മൊഹ്സിൻ നഖ്വിയിൽ നിന്ന് ഈ ട്രോഫി ഏറ്റുവാങ്ങില്ല എന്ന ഇന്ത്യയുടെ തീരുമാനം വരുമ്പോൾ അത് വലിയ അഭിമാനക്ഷതമായി നഖ്വി ചൂണ്ടിക്കാട്ടുകയും ഇന്ത്യൻ ടീമിന് മുന്നിൽ മുട്ടുമടക്കാനില്ല എന്നൊരു നിലപാടെടുക്കാൻ നഖ്വി തയ്യാറാവുകയും ചെയ്തു. അപ്പോൾ നഖ്വി എന്താണ് ചെയ്തതെന്ന് നോക്കിയാൽ, കിരീടം നേടിയാൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റും പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനുമായ നഖ്വിയിൽ നിന്ന് ഇന്ത്യൻ ടീം കിരീടം വാങ്ങില്ല എന്നത് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ആ കിരീടം വെച്ചിട്ട് അവിടെ നിന്ന് ടീം അംഗങ്ങൾക്ക് എടുക്കാൻ അനുവദിക്കുക, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അതിന് യോഗ്യരായ ആളുകളിൽ കൊണ്ട് കപ്പ് നൽകുക തുടങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോംവഴി ഉരുത്തിരിയും എന്നതാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എല്ലാവരും ഇന്ത്യൻ ടീം കപ്പ് ഉയർത്തുന്ന ആ ഒരു ഫോട്ടോയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെയാണ് PCB അധ്യക്ഷൻ പ്രകോപനവുമായി രംഗത്ത് വന്നത്. അദ്ദേഹം ഈ കപ്പുമായി പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിന് കപ്പ് കൊടുക്കുന്ന ഒരു സെറിമണി അവിടെ ഉണ്ടായില്ല. ജയിച്ച ടീമിന് കപ്പ് നൽകാത്ത ഒരു ടൂർണമെന്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും കഴിയുന്ന ഒരു സാഹചര്യമല്ല. മാത്രവുമല്ല, ഇന്ത്യൻ ടീം അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു സംശയം ഉണ്ടാകാം, ഇന്ത്യ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കപ്പ് മേടിക്കില്ല എന്നൊരു പിടിവാശി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന ഒരു സംശയം കൂടി ഉണ്ടാകും. പക്ഷേ ഇന്ത്യൻ ടീം അത്തരമൊരു തീരുമാനം എടുക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം, അതിനുശേഷം കളിക്കളത്തിൽ പാക് താരങ്ങൾ കാണിച്ചിട്ടുള്ള നിലപാടുകൾ, ഏറ്റവും ഒടുവിൽ ആ താരങ്ങളുടെ നടപടിയെ അനുകൂലിക്കും വിധം ഈ PCB അധ്യക്ഷൻ തന്നെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. റൊണാൾഡോയുടെ ജെറ്റ് സെലിബ്രേഷൻ എക്സിൽ കുറിക്കുകയാണ് ഏറ്റവും ഒടുവിൽ PCB അധ്യക്ഷൻ നഖ്വി ചെയ്തിരുന്നത്. ക്യാപ്റ്റൻ സൽമാൻ ആഖയും ഫാസ്റ്റ് ബൗളർ ഷഹീൻ ഷാ അഫ്രീദി ഉൾപ്പെടെയുള്ള പാക് ക്രിക്കറ്റർമാർ ആകാശത്ത് പറക്കുന്ന യുദ്ധവിമാനങ്ങളുടെ ചിത്രങ്ങൾ പശ്ചാത്തലമാക്കിയുള്ള ഫ്ലൈറ്റ് സ്യൂട്ടുകൾ ധരിച്ച് നിൽക്കുന്ന ഒരു പോസ്റ്റ് എക്സിൽ പങ്കിട്ടുകൊണ്ടാണ് നഖ്വി പ്രതികരിച്ചിരുന്നത്. അത് ഇന്ത്യൻ ടീമിനെ ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് വലിയ പ്രകോപനമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രകോപനപരമായ പോസ്റ്റ് ഇട്ട വ്യക്തിയിൽ നിന്ന് തന്നെ ഈ കിരീടം സ്വീകരിക്കുക എന്നത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒട്ടും സാധ്യമാകുന്ന ഒരു കാര്യം പോലും ആയിരുന്നില്ല. എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡ് വൈസ് ചെയർമാൻ ഖാലിദ് അൽ സറൂണിയിൽ നിന്ന് ഈ ട്രോഫി കൈപ്പറ്റാം എന്നത് ഇന്ത്യൻ താരങ്ങൾ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു നീക്കുപോക്കിന് നഖ്വി തയ്യാറായില്ല. തുടങ്ങിയാണ് ഈ അനിശ്ചിതത്വം ഇങ്ങനെ നീളുന്നത്, താരങ്ങൾക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ പ്രകോപിപ്പിച്ച എക്സ് അക്കൗണ്ടിലൂടെയും മറ്റുമൊക്കെ
ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെടുത്തി തന്നെയുള്ള ഈ താരങ്ങൾ ചെയ്ത പ്രകോപനത്തിന്റെ തുടർച്ച PCB അധ്യക്ഷനിൽ നിന്നും ഉണ്ടായതിനു ശേഷവും അദ്ദേഹത്തിൽ നിന്ന് കപ്പ് വാങ്ങുക എന്നത് ഇന്ത്യൻ താരങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും സ്വീകാര്യമാകുന്ന ഒരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നതാണ് കണ്ടത്. ഇന്ത്യക്കെതിരായ മത്സരത്തിനിടെ ഹാരിസ് റൌഫ് ഒരു വിമാനം തകരുന്നതായുള്ള ആംഗ്യം കാണിച്ചിരുന്നു. അതിന് അദ്ദേഹത്തിന് നടപടി നേരിടേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. സൂപ്പർ 4 മത്സരത്തിനിടെയായിരുന്നു 6-0 എന്ന് ആംഗ്യം കാണിച്ച് പാകിസ്ഥാൻ താരം ഹാരിസ് റൌഫ് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു ആംഗ്യം ആ കളിക്കളത്തിൽ കാണിക്കുന്നത്. പിന്നീട് ഒരാൾ സാഹിബ് സാദ ഫർഹാനാണ്. അദ്ദേഹവും അർദ്ധ സെഞ്ചുറി നേടിയതിനു ശേഷം തോക്ക് ഉപയോഗിച്ച് AK-47 ഉപയോഗിച്ച് വെടിയുതിർക്കുന്നത് പോലെയുള്ളൊരു ആംഗ്യം കാണിക്കുകയുണ്ടായി. അതും വലിയ രീതിയിൽ വിവാദമായി. അതിന് പിഴ ഏർപ്പെടുത്തിയില്ലെങ്കിൽ പോലും ഒരു മുന്നറിയിപ്പ് നേരിടേണ്ടി വരുന്ന സാഹചര്യം ഹാദിയെ സംബന്ധിച്ചുണ്ടായി. അപ്പോൾ ഈ 2 താരങ്ങൾ കളിക്കളത്തിൽ എന്താണ് കാണിച്ചതെന്ന് നമുക്കറിയാം. അതിനുശേഷമാണ് PCB അധ്യക്ഷന്റെ പ്രകോപനപരമായിട്ടുള്ള ആ ഒരു പോസ്റ്റ് ഈ കളിക്ക് മുമ്പ് ഫൈനൽ മാച്ചിന് തൊട്ട് മുൻപാണ് അത് വരുന്നത് എന്നത് കൂടി ഓർക്കണം. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് അവിടെ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് ഒരു ട്രോഫി നേടുക അല്ലെങ്കിൽ വാങ്ങുക എന്നത് ഒരിക്കലും ആലോചിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. എന്തായാലും ഈ സാഹചര്യത്തെ ഈ രീതിയിൽ നേരിട്ടതോടുകൂടി തന്നെ അതിൻ്റെ ഒരു തിളക്കം കുറഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യയെ സംബന്ധിച്ച് തിളക്കമാർന്ന 3 വിജയങ്ങൾ അവർക്ക് വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിനെ ഓപ്പറേഷൻ സിന്ദൂറുമായി തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ മത്സര വിജയത്തിന് ശേഷമുള്ള പോസ്റ്റുകൾ ഇട്ടത്. കായിക രംഗത്തും ഓപ്പറേഷൻ സിന്ദൂർ കായിക രംഗത്തും എന്നത് സൂചിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നത് കൂടി നമ്മൾ കാണണം. എന്തായാലും ഈ ട്രോഫി നൽകാതെ പോയ നടപടി വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. BCCI തന്നെ ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തി. ICCയിൽ പരാതി നൽകുമെന്ന് സെക്രട്ടറി ദേവജിത്ത് വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ BCCI എന്തായാലും ഇതിനെതിരെ നിയമ നടപടികൾ ഒരുങ്ങുകയാണ്. ജീവിതത്തിൽ ആദ്യമായാണ് ഇതുപോലൊരു അനുഭവമെന്നും ജയിച്ച ടീമിന് ട്രോഫി നൽകാത്തത് അനീതിയാണ് എന്നുമായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഇതിനോട് പ്രതികരിച്ചത്. യഥാർത്ഥ ട്രോഫി തനിക്കൊപ്പമുള്ള താരങ്ങളാണ് എന്നതും സൂര്യകുമാർ യാദവ് ഇന്നലെ പറഞ്ഞു. അപ്പോൾ 2 പ്രതികരണങ്ങൾ, ഒന്ന് BCCIയുടെ പ്രതികരണം, ഒപ്പം തന്നെ മറ്റൊന്ന് സൂര്യകുമാർ യാദവിന്റെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. So far as the trophy is concerned, trophy distribution, India cannot take the trophy from the person who is waging a war against our country. So we have taken a decision not to accept the trophy, but that does not allow that gentleman to take over the trophy and the medals to his hotel. This is unexpected, very childish in nature, and will lodge a very strong protest with ICC in the forthcoming ICC meeting to be held in Dubai in the first week of November. I think this is one thing which I have never seen since I started playing cricket, since I started following cricket, that a champion team is denied to get a trophy. I mean, that to a hard-earned one. It's not like आसानी से हो गया सब, but it was an hard-earned tournament. We were here since 4th, played a game today, 2 back-to-back good games in 2 days. I feel we deserved it, and I can't say anything more. I think I've summed it up really well. And if you tell me about the trophies, my trophies are sitting in my dressing room. All the 14 guys with me, all the support staff. Those are the real trophies. Who I have been big fan of throughout this journey of Asia Cup since we came here and we played this tournament. We started our preparations. I think those are the real trophies, real moments which I am taking back as lovely memories, which will stay with me forever going forward. And that's all. ഹാരിസ് റൌഫിനും സാഹിബ് സാദയ്ക്കും കളിക്കളത്തിൽ ഇന്നലെ ഇന്ത്യൻ ടീം മറുപടി നൽകുന്നത് കണ്ടു. ബുംറയുടെ ഒരു പ്രത്യേക ആക്ഷനും നമ്മൾ കാണുകയുണ്ടായി. എന്തായാലും വലിയ രീതിയിൽ
ഇന്ത്യയെ സംബന്ധിച്ച് മേധാവിത്വം പുലർത്താൻ ഏഷ്യ കപ്പിലായി. അത് ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും ഒക്കെ ആ മികവ് പുലർത്താനായി. പാകിസ്ഥാനെ സംബന്ധിച്ച് ഫൈനലിലെത്തിയ ടീമിനെ സംബന്ധിച്ച് ആധികാരികമായ വിജയമാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ നേടിയിട്ടുള്ളത്. 3 മത്സരങ്ങളിലും ജയിച്ചതിലൂടെ ആ ആധികാരികത ഇന്ത്യ ഉറപ്പിക്കുക കൂടിയായിരുന്നു. ഫൈനലിലും മികച്ച കളി പുറത്തെടുക്കാൻ ഇന്ത്യയെ സംബന്ധിച്ച് ആയിട്ടുണ്ട്. അങ്ങനെ ജയിച്ച ടീമിന് ട്രോഫി നിഷേധിക്കുന്നതിൽ എന്ത് നീതീകരണം എന്ന ഇന്ത്യൻ ടീം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് ഈ PCB അധ്യക്ഷൻ തന്നെയാണ്. അദ്ദേഹമാണ് ഇന്ത്യ ഈ നിലപാടിൽ ഉറച്ചു നിന്നതോടെ ട്രോഫി അവിടെ നിന്ന് മാറ്റുന്ന നടപടികളിലേക്ക് കടന്നത്. നോക്കൂ, നമുക്ക് കാണാം കായിക ലോകം അത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നൊക്കെ പറയുന്നത് പ്രത്യേകമായി കാണുമ്പോൾ പോലും പല അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ കളിക്കളങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് മാന്യമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഒന്നായിരുന്നു ഇന്ത്യ ഹസ്തദാനം ഒഴിവാക്കിയുള്ള നടപടി. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെയുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഹസ്തദാനം ഒഴിവാക്കിയെങ്കിൽ അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ കളിക്കളത്തിൽ ഇതുപോലെയുള്ള AK-47 മറ്റ് അവകാശവാദങ്ങളും ഏറ്റുമുട്ടലുണ്ടായിരുന്ന സമയത്തുള്ള തെറ്റായ അവകാശവാദങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന നടപടികളിലേക്ക് കടന്നത് പാകിസ്ഥാനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷം മത്സര വിജയത്തിന് ശേഷം ഇന്ത്യ ട്രോഫി അദ്ദേഹത്തിൽ നിന്ന് കൈപ്പറ്റില്ല എന്നൊരു തീരുമാനമെടുക്കുമ്പോൾ സ്വീകാര്യനായ മറ്റൊരു വ്യക്തിയെ അതിന് ചുമതലപ്പെടുത്തുകയോ അല്ലെങ്കിൽ ട്രോഫി അല്ലാതെ ഏറ്റെടുക്കാനുള്ള ഒരു അവസരം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് സൃഷ്ടിക്കുകയോ ആണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. പ്രത്യേകിച്ച് PCB അധ്യക്ഷനിൽ നിന്ന് തന്നെ പ്രകോപനപരമായ പോസ്റ്റുകൾ ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ ഇന്ത്യൻ ടീമിനെ ഈ കാര്യത്തിൽ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ നിർഭാഗ്യകരമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി ഈ കാര്യത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള കളിയുടെ ഭാവി എന്താണ് എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും കളിക്കളത്തിലും ഒപ്പം തന്നെ യുദ്ധമുഖത്തും കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു എന്നൊരു സന്ദേശമാണ് ഈ ഏഷ്യ കപ്പിന് ശേഷം ഇന്ത്യ പാകിസ്ഥാന് നൽകുന്നത്.